നമസ്കാരം. രാജ്യത്തെ സർവകലാശാലകളിലെ PhD അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് UGC പുറത്തിറക്കിയ ഒരു പുതിയ പബ്ലിക് നോട്ടീസിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ പലരും ഈ പബ്ലിക് നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ കണ്ടിട്ടുണ്ടാവും. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ നെറ്റ് പരീക്ഷയെ സർവകലാശാലകളിലെ PhD അഡ്മിഷനുള്ള ഒരു എൻട്രൻസ് പരീക്ഷയായി കൂടി പരിഗണിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പബ്ലിക് നോട്ടീസ് UGC പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ നിലവിൽ UGCയുടെ PhD റെഗുലേഷൻ 2022 പ്രകാരമാണ് യൂണിവേഴ്സിറ്റികളിൽ PhD അഡ്മിഷൻ നടക്കുന്നത്. UGCയുടെ PhD 2022 റെഗുലേഷനെ പറ്റി ഒരു വീഡിയോ നേരത്തെ ഈ ചാനൽ ചെയ്തിട്ടുള്ളതാണ് വിശദമായിട്ട്. നിലവിലെ ക്രൈറ്റീരിയ പ്രകാരം 2 തരത്തിലാണ് അഡ്മിഷൻ നടക്കുക. ഒന്ന് UGC നെറ്റ്, CSIR നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് ഇങ്ങനെയുള്ള നാഷണൽ ലെവൽ പരീക്ഷകൾ പാസ്സായ ആളുകൾക്ക് ഇൻ്റർവ്യൂ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അത് UGC നെറ്റ് ലെക്ചർഷിപ്പ് പാസ്സായവർക്കും UGC JRF കിട്ടിയവർക്കും ഒക്കെ PhDയുടെ പരീക്ഷ എൻട്രൻസ് പരീക്ഷകൾ എഴുതണ്ട, മറിച്ച് ഇൻ്റർവ്യൂ മാത്രം പങ്കെടുത്താൽ മതി. ഇൻ്റർവ്യൂവിലെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് PhD അഡ്മിഷൻ കൊടുക്കണോ വേണ്ടോ എന്ന് യൂണിവേഴ്സിറ്റികൾ തീരുമാനിക്കുക. മറ്റൊന്ന് PG 55% മാർക്കോടെ PG, അത് 1 ഇയർ PGയോ അല്ലെങ്കിൽ NEP പ്രകാരമുള്ള 1 ഇയർ PGയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉള്ള തരത്തിലുള്ള 2 വർഷ PGയോ ഒക്കെ പാസ്സായ ആളുകൾക്ക് PhD പരീക്ഷയ്ക്ക് PhD എൻട്രൻസിൽ അപേക്ഷിക്കാം. യൂണിവേഴ്സിറ്റികളാണ്, ഓരോ യൂണിവേഴ്സിറ്റിയും അവരവരുടേതായ എൻട്രൻസ് ടെസ്റ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. ഈ എൻട്രൻസ് ടെസ്റ്റിലെ മാർക്കിന് 70% വെയിറ്റേജും ഇൻ്റർവ്യൂ പെർഫോമൻസിന് 30% വെയിറ്റേജും കൊടുത്തുകൊണ്ടാണ് JRFO നെറ്റോ ഒന്നും ഇല്ലാത്ത ആളുകളുടെ എൻട്രൻസ് പരീക്ഷ വഴിയുള്ള PhD അഡ്മിഷൻ ഇപ്പോൾ നടക്കുന്നത്. ഈ എൻട്രൻസ് പരീക്ഷയ്ക്ക് 50% മാർക്കുള്ളവരെ ഇൻ്റർവ്യൂവിന് വിളിക്കാവുന്നതൊക്കെ ഈ റെഗുലേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലാണ്. ഒന്നുകിൽ നെറ്റും JRFും ഒക്കെയുള്ള ആളുകൾക്ക് നേരിട്ട് ഇൻ്റർവ്യൂ വഴിയും, നെറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള യോഗ്യതകളില്ലാത്ത PG മാത്രമുള്ളവർക്ക് എൻട്രൻസ് പരീക്ഷയും പിന്നീട് ഇൻ്റർവ്യൂ വഴിയാണ് നിലവിൽ PhD അഡ്മിഷൻ നടക്കുന്നത്. ഈ പുതിയ പബ്ലിക് നോട്ടീസ് പ്രകാരം വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വലായിട്ട് യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന PhD എൻട്രൻസ് പരീക്ഷകൾക്ക് പകരം UGC നെറ്റ് പരീക്ഷയുടെ മാർക്ക് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സ്കോർ ഉപയോഗിച്ചുകൊണ്ട് ഈ എൻട്രൻസ് പരീക്ഷകളെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് UGC പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതിന് നെറ്റിൻ്റെ പരീക്ഷയിൽ കിട്ടുന്ന മാർക്കിനെ അടിസ്ഥാനമാക്കി 3 തരത്തിലുള്ള നെറ്റ് റിസൾട്ടാണ് അടുത്ത ജൂൺ 2024 നെറ്റ് പരീക്ഷ മുതൽ ഉണ്ടാവുക എന്നാണ് UGC പറഞ്ഞിട്ടുള്ളത്. നിലവിൽ 2 തരത്തിലാണ്, നമുക്കറിയാം 2 തരത്തിലാണ് നെറ്റിൻ്റെ റിസൾട്ട് വരുന്നത്. ഒന്ന് നെറ്റ് വിത്ത് JRF, അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള യോഗ്യതയും പ്ലസ് ഫെലോഷിപ്പിനുള്ള യോഗ്യതയും ഉള്ള ആളുകളെ നെറ്റ് വിത്ത് JRF ആണ്. JRF ഇല്ലാതെ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള എലിജിബിലിറ്റി മാത്രം കിട്ടുന്ന ആളുകളെയാണ് നമ്മൾ സാധാരണ നെറ്റ് ക്വാളിഫൈഡ് എന്ന് വിളിക്കുക. അവർക്ക് അധ്യാപകരാവാനുള്ള യോഗ്യതയും ഉണ്ട്, പ്ലസ് ഈ പറഞ്ഞ പോലെ PhD എൻട്രൻസ് പരീക്ഷ എഴുതാതെ നേരിട്ട് PhD ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയും ഉണ്ടാവും. ഈ വർഷം മുതൽ ജൂൺ 2024 മുതൽ നെറ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ അതിനകത്ത് 3ാമതൊരു കാറ്റഗറി റിസൾട്ട് കൂടി ഉണ്ടാകുമെന്നാണ് UGC പറയുന്നത്. അത് അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് ഉണ്ടാവില്ല, JRFും ഉണ്ടാവില്ല, മറിച്ച് PhD ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ യോഗ്യതരായ ആളുകൾ എന്നുള്ള തരത്തിലുള്ളൊരു കാറ്റഗറിയും കൂടെ. അതിൻ്റെ ഒരു സ്കോറും ഒക്കെ ഉണ്ടാവും. അവർക്ക് കിട്ടുന്ന സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പിന്നെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. എങ്കിലും നെറ്റ് പാസ്സാവുന്ന ആളുകളുടെ ഏകദേശം ഇത്ര ഇരട്ടി ആളുകളെ ആയിരിക്കും ഒരു പക്ഷേ ഈ എലിജിബിൾ ഫോർ PhD അഡ്മിഷൻ എന്ന തരത്തിൽ കാറ്റഗറിയിൽ കൊണ്ടുവരിക എന്നാണ് വിചാരിക്കുന്നത്. അത് നിർബന്ധമാക്കിയിട്ടില്ല. അത് ഈ നെറ്റ് സ്കോറിനെ ഈ കാറ്റഗറി 3യിൽ വരുന്ന ആളുകളെയും PhD അഡ്മിഷന് എൻട്രൻസിന് പകരം അവരുടെ ആ സ്കോർ പരിഗണിക്കാമെന്നാണ് UGC പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 3 കാറ്റഗറി ആയിരിക്കും റിസൾട്ട് ഉണ്ടാവുക. ആദ്യത്തെ കാറ്റഗറി JRF കിട്ടിയ ആളുകൾ, അവർക്ക് സ്വാഭാവികമായിട്ടും PhD അഡ്മിഷനുള്ള എലിജിബിലിറ്റി ഉണ്ടാവും, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവും. മറ്റൊന്ന് നമ്മൾ സാധാരണഗതിയിൽ നെറ്റ് എന്ന് വിളിക്കുന്ന ക്വാളിഫിക്കേഷൻ, അത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാനുള്ള യോഗ്യത ഉണ്ടാവും, PhD അഡ്മിഷനുള്ള യോഗ്യത ഉണ്ടാവും. 3ാമത്തെ കാറ്റഗറി അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാനൊന്നും കഴിയില്ല, മറിച്ച് PhD അഡ്മിഷന് മാത്രമുള്ള യോഗ്യതയായിട്ട് 3ാമത്തെ പിന്നെ കാറ്റഗറിയും ഉണ്ടാകും എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, ഇവർക്ക് നെറ്റിന് കിട്ടുന്ന സ്കോറിന് 70% വെയിറ്റേജും നേരത്തെ തന്നെ പറയുന്ന പോലെ പഴയ എൻട്രൻസിന് കൊടുക്കുന്ന പോലെ തന്നെ നെറ്റിൻ്റെ സ്കോറിന് 70% വെയിറ്റേജും ഇൻ്റർവ്യൂവിന് 30% വെയിറ്റേജും ഉണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാറ്റഗറി 2, 3, അതായത് നേരത്തെ നമ്മൾ പറയുന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിനുള്ള നെറ്റ് പാസ്സാകുന്ന ആളുകളുടെ അവരെയാണ് കാറ്റഗറി 2 എന്ന് വിളിക്കുക. ഈ പുതിയ PhD എൻട്രൻസിന് മാത്രമുള്ളവരെയാണ് കാറ്റഗറി 3 എന്ന് വിളിക്കുക. ഈ 2 കൂട്ടരുടെയും
PhD അഡ്മിഷൻ ആവശ്യത്തിനുള്ള സ്കോർ എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് മാത്രമേ വാലിഡ് ആയിരിക്കൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ ജൂൺ 2024 പരീക്ഷ എഴുതുന്ന ഒരാൾക്ക് ജൂലൈയിലോ ഓഗസ്റ്റിലോ റിസൾട്ട് വന്നാൽ ആ റിസൾട്ട് വരുന്ന സമയം മുതൽ ഒരു വർഷക്കാലത്തേക്കായിരിക്കും അവർക്ക് ഈ നെറ്റിൻ്റെ സ്കോർ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ PhD അഡ്മിഷൻ്റെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ കഴിയുക, ആ വെയിറ്റേജ് ഉപയോഗിക്കാൻ കഴിയുക. ഒരു വർഷം കഴിഞ്ഞാൽ അത് വാലിഡ് ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. നിലവിൽ നമുക്കറിയാം UGC നെറ്റ് ഉള്ള ആളുകൾക്ക് നെറ്റ് ഒരിക്കൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ PhD അഡ്മിഷന് പിന്നീട് എൻട്രൻസ് എഴുതണ്ട, മറിച്ച് നേരെ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി എന്നായിരുന്നു. അത് ഇപ്പോൾ ഇനി ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഈ പറഞ്ഞ UGC നെറ്റിൻ്റെ കാര്യത്തിൽ കാറ്റഗറി 2 എന്ന് പറയുന്ന UGC നെറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഇത് നിലവിലുള്ള UGCയുടെ PhD റെഗുലേഷൻ 2022 വിരുദ്ധമാണ്. കാരണം അതിനകത്ത് PhD അഡ്മിഷനെ പറ്റി പറയുന്നത് UGC നെറ്റ്, CSIR നെറ്റ് പോലെയുള്ള പരീക്ഷകൾ പാസ്സായ ആളുകൾക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാം എന്നാണ്. അല്ലാതെ അതിന് ഒരു വർഷം മാത്രമേ കാലാവധിയുള്ളൂ എന്നൊന്നും പറയുന്നില്ല. എന്ന് മാത്രമല്ല, എൻട്രൻസിൻ്റെ മാർക്കിനാണ് 70% വെയിറ്റേജും ഇൻ്റർവ്യൂവിന് 30% വെയിറ്റേജും ഒക്കെ. നെറ്റ് പാസ്സായ ആളുകളെ സംബന്ധിച്ച് അത്ര വെയിറ്റേജ് ഒന്നുമില്ല. നേരിട്ട് ഇൻ്റർവ്യൂവിൻ്റെ പെർഫോമൻസിനാണ് 100% വെയിറ്റേജ് കൊടുത്തിരുന്നത്. ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പബ്ലിക് നോട്ടീസിൽ ഒരു പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ ആകെ മൊത്തം ഈ പബ്ലിക് നോട്ടീസ് വഴി എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ: ഒന്ന്, PhD എൻട്രൻസ് പരീക്ഷകൾ നിർത്തലാക്കിയിട്ടില്ല. യൂണിവേഴ്സിറ്റികൾക്ക് വേണമെങ്കിൽ ഇനിയും PhD എൻട്രൻസ് പരീക്ഷകൾ നടത്താം. പക്ഷേ മിക്കവാറും യൂണിവേഴ്സിറ്റികളൊന്നും അതിന് മെനക്കെടില്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം നെറ്റിൻ്റെ സ്കോർ വെച്ചിട്ട് അതിന് വെയിറ്റേജ് കൊടുത്തുകൊണ്ട് ഇൻ്റർവ്യൂകൾ നടത്തിയെടുത്താൽ മതിയെങ്കിൽ പിന്നീട് എൻട്രൻസ് നടത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് UGC പരീക്ഷകൾ നിരോധിച്ചിട്ടൊന്നുമില്ല. എങ്കിലും ഇനി ഈ വർഷം എത്ര യൂണിവേഴ്സിറ്റികൾ എൻട്രൻസ് പരീക്ഷ സ്വന്തമായിട്ട് നടത്തും എന്നുള്ളത് കണ്ടറിയണം. മറ്റൊന്ന്, ഈ നേരത്തെയുള്ള ലെക്ചർഷിപ്പിന് വേണ്ടി നെറ്റ് കിട്ടുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും PhD എൻട്രൻസിന് മാത്രമായിട്ട് ക്വാളിഫൈ ചെയ്യുന്നവരേക്കാൾ മാർക്ക് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സ്വാഭാവികമായിട്ടും ആ 70% വെയിറ്റേജ് എടുക്കുമ്പോൾ അവർക്ക് പിന്നെ മറ്റ് കാറ്റഗറി 3 നെറ്റ് കിട്ടിയ ആളുകളേക്കാൾ അല്പം വെയിറ്റേജ് കൂടുതലുണ്ടാവും. ബാക്കി പിന്നെ ഇൻ്റർവ്യൂവിലെ മാർക്കുകളുടെ അടിസ്ഥാനത്തിലാണ് PhD അഡ്മിഷൻ്റെ കാര്യം തീരുമാനിക്കുക. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, നെറ്റ് പാസ്സായാൽ പിന്നീട് PhD എൻട്രൻസ് പരീക്ഷ എഴുതുകയേ വേണ്ട എന്ന തരത്തിലുണ്ടായിരുന്ന എക്സംഷൻ ഇനി ഉണ്ടാവില്ല എന്നാണ് ഇപ്പോഴത്തെ പബ്ലിക് നോട്ടീസ് പ്രകാരം മനസ്സിലാവുന്നത്. അങ്ങനെയുള്ളവർ ഒരുപക്ഷെ ഒരു വർഷത്തിനുള്ളിൽ അവർക്ക് PhD അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം ഈ നെറ്റിൻ്റെ സ്കോറിന് വേണ്ടിയിട്ട് വീണ്ടും നെറ്റ് പരീക്ഷ എഴുതേണ്ടി വരാം എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്. ഒരുപക്ഷെ UGC അക്കാര്യത്തിൽ പുതിയ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് കൊണ്ടുവന്ന് കൂടുന്നില്ല. നിലവിലെന്തായാലും കൂടുതൽ ക്ലാരിഫിക്കേഷൻ UGC അക്കാര്യത്തിൽ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി.